ഷെഫ് ഗാലറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ വിഭവം നിന്നു പറയും നിങ്ങളോട്. അതിന്റെ പേര് ഞാൻ പറയാം. എന്താ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ആക്ച്വലി അത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. അപ്പൊ അതിന്റെ പേര് ഓട്സ് ബ്ലിസ് ബോൾ എന്നാണ് ചേട്ടായി പറഞ്ഞത്. ഓട്സ് ബ്ലിസ് ബോൾ. അപ്പോൾ ഓട്സ് ബ്ലിസ് ബോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചേട്ടായി പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചേട്ടായി പറഞ്ഞായിരുന്നു ഈ ഓട്സ് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ അതിന് കൂടി പോകും, റൈസിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാതെ, ബോയിൽ ചെയ്യാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ കഴിക്കാം. പക്ഷെ നമുക്ക് ഈസിയാണ്, വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് വേണ്ട, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അത് ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഓട്സ് ബ്ലിസ് ബോൾ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പൊ ചേട്ടായി ആദ്യം പറഞ്ഞ് മറ്റൊരു ഹെൽത്തി ഫുഡ് ഓട്സ് കൊണ്ട് തന്നെയുള്ളതാണ്. അപ്പൊ നമുക്കത് ഉണ്ടാക്കാം. എന്തെല്ലാം ഇൻഗ്രീഡിയൻസാ ചേട്ടായി വേണ്ടേ? ഓട്സ് പൊടിച്ചത്, ഓട്സ് പൊടിച്ചു, പിന്നെ സുൽത്താന ഷുഗറും പൊടിച്ചത്, നമ്മുടെ ഉണക്കമുന്തിരിങ്ങ. അപ്പൊ അത് നമ്മള് അതും ഷുഗർ അല്ലേ, പഞ്ചസാരയുടെ പൊടി മിക്സിയിൽ അരച്ചെടുത്താണ്. ഓക്കെ. പിന്നെ പാല്, ഓക്കെ, പച്ചപ്പാല്. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാം. ഇത്ര മതിയോ? ഉപ്പൊക്കെ വേണോ? വേണ്ട, ഉപ്പൊന്നും വേണ്ട. നമ്മളിത് ജസ്റ്റ് പുട്ടിന് കുഴക്കണവര് നമ്മളിത് കുഴച്ചെടുക്കുക. ഈ പൊടി പാലില്. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാം. മിക്സ് ചെയ്യും. അപ്പൊ നമ്മള് കുഴക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി നമ്മൾ ശരിക്കും പുട്ടിന് കുഴക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക. പാലിങ്ങനെ തളിച്ചു കൊടുത്തിട്ട് പുട്ടാകുമ്പോ ഇങ്ങനെ തരിന്ന് കിടക്കും. മറ്റേത് അരിപ്പൊടി ആയതുകൊണ്ട്, ഇതിപ്പോ ഓട്സ് ആയതുകൊണ്ട് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് കുഴഞ്ഞ് ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലും പുട്ടിന് കുഴക്കുന്ന പോലെ നമ്മള് പാല് ചേർത്ത് കുഴച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് നമ്മള് കിസ്മിസ് ഇവിടെ ഉണ്ട്, നമ്മൾ അരച്ചു വെച്ചായിരുന്നു കിസ്മിസ്. ഓക്കെ, അതും ചേർത്തോണ്ട് ഫുള്ള് എടുക്കുവാണോ? ഇതിന്റെ ഒപ്പം തന്നെ ഒന്നിച്ച് കുഴക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കണം. അപ്പൊ നമ്മള് ഈ ഓട്സ് അങ്ങനെ ചെറുതായിട്ട് ഉരുട്ടി എടുത്തു വെച്ചു. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കണം. ഓക്കെ, എങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാം. നമുക്ക് പാൻ ചൂടായി, നമ്മളിവിടെയും ഒലിവ് ഓയിൽ തന്നെയാണ് എടുക്കണേ. നമുക്ക് ഓട്സിന്റെ കൂട്ടത്തിൽ ഒലിവ് ഓയിലാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ഫുഡ് ആയിട്ട് ഉണ്ടാക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളിത് ഇത്ര എണ്ണ മതിയോ ചേട്ടായി? ചേട്ടായി ഇത് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്, അതുകൊണ്ട് എക്സ്പ്ലനേഷൻ കുറവാ ചേട്ടായി. നമ്മൾ ഈ ഇത് ചൂടായിട്ടാ, ശരിക്കും പാൻ ചൂടായി. ഇത്ര എണ്ണ മതിയോ ചേട്ടായി? ബ്രൗണിഷ് ആക്കി എടുക്കും അല്ലേ? ഈ കളറിലേക്ക് എത്തിക്കണേ. നമ്മളിങ്ങനെ ടോസ് ചെയ്ത് ഈ കളറിലേക്ക് എത്തിക്കണം. അതിനകത്ത് ചൂടെത്തിയാണ് ജസ്റ്റ് ഒന്ന് ഇതാവണം.
ഓട്സ് ബ്ലിസ് ബോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നീ കഴിച്ചിരുന്നു? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടില് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം 4 മണിക്കൊക്കെ കൊടുക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. പിള്ളേർക്കാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടും. നല്ല അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് കാരണം പക്ഷേ അതിന്റെ ഒരു ടേസ്റ്റ് ആണ്. ഓട്സ് ആയതുകൊണ്ട് പിന്നെ ഓട്സ് ഇവിടെ ആദ്യമൊന്നും കൊച്ചിന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഓട്സ് ചേട്ടായി ഇങ്ങനെ ബ്ലിസ് ബോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ചിലപ്പോ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോ നല്ല സുഖമായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാം. ഈ പറഞ്ഞോളും ബോയിൽ ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഹെൽത്തി ഫുഡായിട്ട് കഴിക്കാം. എനിവേ ബ്ലിസ് ബോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.